പ്രൈസ് ലോർഡ്. സ്നേഹവന്ദനം എല്ലാവർക്കും. നമ്മുടെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം നമുക്ക് കരുതുന്നു എന്നുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനായ, ദൈവത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടിയ യോഹന്നാൻ സുവിശേഷത്തിലെ 15-16 വാക്യമാണ് ഞാൻ നിങ്ങളോട് അറിയുന്നത്. അപ്പോൾ അതുപോലെ നമ്മളും തമ്മിൽ സ്നേഹിക്കണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ നടത്തേണ്ടതെന്നും നമ്മൾ പോകുമ്പോൾ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ദൈവം നമുക്ക് കരുതി വെച്ചതും ഒരുക്കി വെച്ചതും ഈ സ്നേഹം നമ്മൾ എന്നും മുന്നോട്ട് ഇനിയുള്ള തലമുറകൾക്കും അനുഗ്രഹമായി മാറണമെന്ന് മാത്രമാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ നമ്മുടെ ഉള്ള വിശ്വാസം. ആ വിശ്വാസം നിങ്ങളിലേക്കും ഞാൻ ഏൽപ്പിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളാക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരുന്നു എന്ന് അറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. പ്രൈസ് ലോർഡ്. ഇതാണ് പറഞ്ഞത്. ദൈവത്തിൽ ക്രൂശിക്കപ്പെടുമ്പോൾ ആ ക്രൂശം നമുക്ക് ലോകത്തുനിന്ന് കിട്ടും. അവനാൽ ലോകം എനിക്ക് ലോകത്തിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അന്ന് കർത്താവ് ഭൂമിയിൽ വന്ന് ജീവിച്ചപ്പോൾ ദൈവത്തിന് എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? 30 വെള്ളിക്കാശിന് വേണ്ടി നമ്മുടെ യൂത ഒറ്റിക്കൊടുത്തപ്പോൾ സത്യത്തിന് വിരുദ്ധമായി ദൈവം നല്ല പ്രവൃത്തികൾ കാണിച്ചപ്പോൾ എല്ലാവരും മറ്റുള്ള പരിഹാസികളും ദോഷന്മാരും ക്രൂരന്മാരും അകൃത്യന്മാരും ഒക്കെ ദൈവത്തിൻ്റെ സത്യത്തിനെ മൂടി ദൈവത്തിനെ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. ആ സത്യം ദൈവം ലോകത്തിലേക്ക് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ആ സത്യത്തിൻ്റെ തിരുവെഴുത്തിലൂടെ ദൈവത്തിൻ്റെ രക്തത്താൽ ചിന്തിയ ഓരോ വചനവും നമുക്കും അനുഗ്രഹമായി ഓരോ നിമിഷവും മാറണമെന്ന് മാത്രം പ്രാർത്ഥന. ഓരോരുത്തർ നശിക്കപ്പെടാനല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുത്തിലും എപ്പോഴും കരുതലായിട്ട് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചത്. അതാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല എന്ന് ദൈവം പറഞ്ഞത്. അപ്പം ലോകം എന്നെ പകച്ചിരുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, അതുപോലെ നിങ്ങളെയും പകയ്ക്കും എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പം സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നല്ലത് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ആ നല്ല നിങ്ങൾക്ക് കിട്ടണേ എന്നുള്ള പ്രാർത്ഥന ദൈവത്തോട് ഏൽപ്പിച്ചുകൊണ്ട് ഒപ്പം